20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ പത്രസ്വാതന്ത്ര്യത്തിനായി വാദിച്ച മാധ്യമപ്രവർത്തകനായിരുന്നു സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. ഭരണകൂടത്തിനെതിരെയും തിരുവിതാംകൂർ ദിവാൻ പി രാജഗോപാലാചാരിക്കെതിരെയും നടത്തിയ നിശിതമായ വിമർശനങ്ങളെ തുടർന്ന് രാമകൃഷ്ണപിള്ളയെ തിരുനെൽവേലിയിലേക്ക് നാടുകടത്തി. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള മരിച്ചിട്ടിന്ന് 108 വർഷം തികയുന്നു. പൗരാവകാശങ്ങൾക്കും പത്രസ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊണ്ട നിർഭയനായ പോരാളിയായിരുന്നു സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. നെയ്യാറ്റിൻകരയിൽ ജനിച്ച രാമകൃഷ്ണപിള്ള തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നു. അനീതിക്കും ചൂഷണത്തിനുമെതിരെ നിലകൊണ്ടു. 1899 കേരള ദർപ്പണത്തിൽ പത്രപ്രവർത്തനം ആരംഭിച്ച രാമകൃഷ്ണപിള്ള കേരള പഞ്ചിക, മലയാളി തുടങ്ങിയ വാരികകളിൽ പ്രവർത്തിച്ചു. സർക്കാർ നയങ്ങൾക്കെതിരെയുള്ള നിശിത വിമർശനങ്ങളുടെ പേരിൽ പത്രമുടമയുമായി അഭിപ്രായ ഭിന്നതകൾ ഉടലെടുത്തതിനെ തുടർന്ന് രാജിവെച്ചൊഴിഞ്ഞ രാമകൃഷ്ണപിള്ള കേരളൻ എന്ന സ്വന്തം പത്രം തുടങ്ങി. ആ സമയത്താണ് സ്വാതന്ത്ര്യസമര സേനാനിയും സാമൂഹ്യ പരിഷ്കർത്താവുമായ വക്കം അബ്ദുൽ ഖാദർ മൗലവി തന്റെ സ്വദേശാഭിമാനി എന്ന പത്രത്തിന്റെ പത്രാധിപസ്ഥാനം ഏറ്റെടുക്കാൻ രാമകൃഷ്ണപിള്ളയോട് ആവശ്യപ്പെടുന്നത്. പത്രാധിപരെ എല്ലാ കാര്യത്തിലും പിന്തുണച്ചുകൊണ്ട് നിലകൊണ്ട പത്ര ഉടമയുടെ കീഴിൽ സ്വദേശാഭിമാനി പത്രം രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങൾക്കായുള്ള പടവാളായി. തിരുവിതാംകൂർ ദിവാൻ രാജഗോപാലാചാരിക്കെതിരെയുള്ള നിശിത വിമർശനത്തെ തുടർന്ന് 1910 സർക്കാർ സ്വദേശാഭിമാനി ഓഫീസ് കണ്ടുകെട്ടി. പത്രാധിപരെ തിരുനെൽവേലിയിലേക്ക് നാടുകടത്തി. എന്റെ നാടുകടത്തൽ, വൃത്താന്ത പത്രപ്രവർത്തനം, പത്രധർമ്മം, കാൾ മാർക്സ്, കേരള ഭാഷോൽപ്പത്തി എന്നിവയാണ് രാമകൃഷ്ണപിള്ളയുടെ പ്രധാന കൃതികൾ. 1916 മാർച്ച് 28 തന്റെ 38-ാം വയസ്സിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള വിടവാങ്ങിയപ്പോൾ പത്രപ്രവർത്തന ചരിത്രത്തിലെ ധീരനായ ഒരു പോരാളിയെയാണ് നഷ്ടമായത്. ജനാധിപത്യ ചിന്തയുടെ ഉജ്ജ്വലനായ പ്രതിനിധിക്ക് 24-ന്റെ സ്മരണാഞ്ജലി. റിസർച്ച് ഡെസ്ക് 24. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ 2 വാക്കുകൾ കൂടി ഞാൻ പ്രേക്ഷകരുടെ ചിന്തയ്ക്ക് ഇട്ടുതരുന്നു. ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാനത് പത്രത്തിലെഴുതും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് ഈശ്വരൻ തെറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു പത്രത്തിലെഴുതാൻ.